സോസ് അല്ല സോസ് അവിടുത്തെ സൂപ്പ്. ഹലോ, അപ്പോൾ അടുത്ത സൺഡേ ആയി. സൺഡേ ഒക്കെ പെട്ടെന്നാവുന്നില്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നേരത്തെ എണീറ്റ് ഇന്ന് വലിയ പണിയൊന്നും ഉണ്ടാവില്ല, നേരത്തെ പോവാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുഴപ്പമില്ല, ഇപ്രാവശ്യം കിട്ടി. ഇപ്രാവശ്യം നന്നായിട്ട് പണിയുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് ബാക്കിയുള്ള അവിടുത്തെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഒതുക്കി ദെൻ അലക്കിയിട്ടു. പിന്നെ പാല് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. അത് പിന്നെ ഇന്ന് ചെയ്യാറുള്ളതാണ്, പാല് വാങ്ങിക്കൊണ്ടുവന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരി ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ ചപ്പാത്തി ആർക്കും അത്രയ്ക്ക് വലിയ പിടുത്തില്ല. അപ്പം പൂരി ഉണ്ടാക്കാൻ പോവാണ്. പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളുടെ എന്താണ് ഉരുളക്കിഴങ്ങ് കറി ഇതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ചായ ഉണ്ടാക്കി. കറി അത്രയ്ക്ക് വലിയ ഇഷ്ടമായില്ല, അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ഇന്നലെ ചോറുണ്ടില്ല, മാഗിയിൽ ഒതുക്കി. രാവിലെ എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പ്, അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പൂരിയും കൂടി ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് റെഡിയായി പോകാൻ വേണ്ടിയിട്ട്. 9 മണിയാകുമ്പോഴേക്കും ഞാൻ എത്തും, ഞാൻ ഇറങ്ങും. അപ്പിടിപ്പിടി എന്നൊക്കെ പറഞ്ഞതാണ് എന്തായാലും. ഇപ്പം നേരം വൈകി, അപ്പോൾ ഇനി വേഗം ഞാൻ പൂരി ഉണ്ടാക്കാം. നമ്മൾ ഇതുപോലൊരു പലകയിലാണ് കാലങ്ങളായിട്ട് ഉണ്ടാക്കാറ്. ചപ്പാത്തി പലക ഇവിടെ വേറെ ഇരിക്കുന്നുണ്ട്, എന്നാലും ഇതിലുണ്ടാക്കുമ്പോഴാണ് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഞാൻ അത്യാവശ്യം സ്പീഡിൽ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത് ചേട്ടന് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ശീലമാണ്. അപ്പോൾ അതായത് ഇതേപോലെ കുറേ പൊടി വേണം കേട്ടോ. അതാണ് എൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. പൊടി ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കുളിക്കാൻ പോകുന്ന നേരത്താണ് അമ്മ പറഞ്ഞത് അപ്പുറത്ത് പോയിട്ട് ഒന്ന് ഇരുമ്പുമ്പിൽ പൊട്ടിച്ചിട്ട് വരണം. അപ്പോൾ അപ്പുറത്തെ പറമ്പ് ആക്ച്വലി ഒഴിഞ്ഞിടക്കുകയാണ്. അപ്പോൾ ഇരുമ്പുമ്പിളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ കമ്പി വേലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തൂടെ വളഞ്ഞു പോകേണ്ട മടിക്കാണ് ഞാൻ ഈ വേലി ചാടുന്നത്. അപ്പോൾ കുറച്ച് അച്ചാറിടാനും എല്ലാവരും പൊട്ടിക്കാറുണ്ട്. ഇപ്പോൾ ഈ സീസണിലൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം എനിക്കിഷ്ടമാണ് ഇതിൻ്റെ പൂവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇരുമ്പുമ്പിളി തിന്നില്ലെങ്കിലും ഇരുമ്പുമ്പിളിയുടെ പൂ തിന്നാറുണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കില്ല, പടപടാന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുന്ന സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, കാരണം അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ലോങ് ആവും. അപ്പോൾ ഞാൻ നട്ടപ്പറ വെയിലത്ത് ഇതാ പോവുകയാണ്. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കണ്ട പൂവില് അതിവിടെ കാണാനില്ല. ഇപ്രാവശ്യം ഞാൻ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നില്ല. സാധാരണ ഞാൻ പണ്ടൊക്കെ നിൽക്കാറുള്ള ഒരു ചായക്കട ഉണ്ട് അവിടെ, അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറ്റിയടിച്ച് നിന്നു. അധികം നേരം നിൽക്കേണ്ടതൊന്നും വന്നില്ല. അപ്പോഴത്തേനും പാര് വന്നു, ബാക്കിലോട്ട് വരാൻ പറഞ്ഞു. സ്ഥിരം പ്ലേസ് ഇതാ ഇവിടെ നിന്നാണ് എന്നെ കയറ്റാറുള്ളത്, ബസ് സ്റ്റാൻഡിൻ്റെ പിറകുന്ന്. ആക്ച്വലി എനിക്ക് ദേഷ്യം വരുന്ന സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അധികം പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കുറ്റിയടിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവന് ഫൈൻ കിട്ടും. ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നാലും ഞാൻ അങ്ങനത്തെ സൈക്കോ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. ഇവൻ എന്താണെന്ന് നോക്കിയാന്നറിയോ? ഇപ്പോൾ പറയാം കേട്ടോ. കഴിഞ്ഞ ഞാൻ ബ്ലാക്ക് ഇട്ട് വന്നു, ഇന്ന് ഞാൻ നീലിട്ട് വന്നു. കഴിഞ്ഞ ആഴ്ച അറിയാണ്ടിട്ടു. ഇന്ന് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ നീലിടണ്ടാട്ടാ. പിന്നെ ഞാൻ നീലൊന്നുമില്ലല്ലോ ഉള്ളത്, ഫറാൻ കൊണ്ടായല്ലോ അപ്പിണ്ട് ഇതിട്ടിട്ട് വന്നേക്ക. എങ്ങടെ പോണേ? അപ്പൊ എങ്ങടെ പോണ്? എനിക്ക് വിശക്കുണ്ട്. ഷെയ്ക്ക്, ഐസ്ക്രീം, പിന്നെ നടക്കില്ലട്ടാ. എത്ര നാളായി? കഴിഞ്ഞ ആഴ്ച ചിക്കൻ കഴിച്ചിട്ട്. കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ബുധനാഴ്ച അല്ലേ? നേരത്തെ അലച്ചിലിന് ശേഷം ഞങ്ങൾ പുല്ലൂര് പോയി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. എന്നിട്ട് ഇപ്പൊ കച്ചേരി വിളപ്പി പോവാ. അവിടെ നിന്നാകുമ്പോ ഐസ്ക്രീമും കിട്ടും, ഷെയ്ക്കും കിട്ടും. ഐസ്ക്രീം കിട്ടില്ല അല്ലേ? ഐസ്ക്രീം കിട്ടും, ഷെയ്ക്ക് കിട്ടും, തിന്നാനും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഡെസേർട്സ്, അവിടുത്തെ കട്ട്ലേറ്റ്, അവിടുത്തെ പാസ്ത, പിന്നെന്താ അവിടുത്തെ ചായ, പിന്നെന്താ അവിടെ കഴിക്കാത്തതായിട്ട് ഇനി അവിടുന്ന് നമ്മള് അവിടുത്തെ സോസ് അല്ല സോസ് അവിടുത്തെ സൂപ്പ്. അപ്പൊ അത്രയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് മറ്റേ സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല നമ്മള്. ഡെസേർട്സ് കഴിച്ചിട്ടില്ല. പിന്നെ ഷെയ്ക്ക് അങ്ങനെ തണുത്ത സംഭവങ്ങളൊന്നും അധികം കഴിച്ചില്ല. കാരണം ഞങ്ങളിങ്ങനെ സമയത്തിന്റെ അറ്റത്തെത്തുമ്പോഴാണ് കച്ചേരി വിളപ്പിക്ക് പോവാറുള്ളത്, അല്ല വരൂ. അപ്പോ അത് കാരണം കൊണ്ട് അവിടെ നിന്ന് മിക്കപ്പോഴും ചായയൊക്കെയാണ് കഴിക്കാറുള്ളത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇരിങ്ങാലക്കുടിയുള്ള എല്ലാവർക്കും കച്ചേരി വിളപ്പ് അറിയായിരിക്കും. അതേ സ്ഥലത്തില്ല.
ഇതൊരു വിധപ്പെട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെ കേട്ടോ, കച്ചേരികൾ. ഇപ്പോൾ ഇവിടെ മാംഗോ സീസൺ ആയ കാരണം കൊണ്ട് തന്നെ മാംഗോൻ്റെ എല്ലാ സംഭവങ്ങളും അവൈലബിൾ ആണ്. ഓൾസോ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, മഞ്ഞ കളറിലാണ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സൂപ്പറായിട്ട് ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഓൾറെഡി ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമേഴ്സൊക്കെ 2-3 പേരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തത്. ഇത് ബ്ലൂബെറി ചീസ് കേക്കാണ്. ഞാനാണ് ആദ്യം കഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അടിവശം മാത്രം എനിക്ക് ഇഷ്ടമില്ല, ബാക്കിയെല്ലാം ഇഷ്ടമായി. അതെന്തോ പൗഡർ പോലെ ഇരിക്കണം. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് മോമോസാണ്, സ്പൈസി മോമോസ് കുറേ വെറൈറ്റീസ് കഴിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമുക്കത് അത്രയ്ക്ക് വലിയ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. നല്ല എരിവുണ്ടായിരുന്നു. സാധാരണ സ്പൈസി എന്ന് പറയുമ്പോൾ നല്ല എരിവാണല്ലോ, അപ്പോൾ നല്ല എരിവുണ്ടായിരുന്നു. 180 രൂപ കണ്ട, 160 രൂപ 180 രൂപ കണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പാസ്തയാണ്. ആക്ച്വലി പാസ്ത കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ മുന്നും പാസ്ത ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പാസ്തകൾ ട്രൈ ചെയ്തിട്ട് അതിലേറ്റവും പൊട്ട ഇതായിരുന്നു. ഇത് കഷ്ടപ്പെട്ടിട്ടാണ് തിന്നത്. ഇത് പാരുവിൻ്റെ നിർബന്ധത്തിന് മേടിച്ചാണ് കേട്ടോ. എന്നാലും ഞാനാണ് ട്രൈ ചെയ്തത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലങ്കാരിൽ നിന്ന് നമ്മൾ ഒരു ബട്ടർ പാസ്ത വാങ്ങിയായിരുന്നു. അവിടുത്തെ സ്പെഷ്യലായിരുന്നു കേട്ടോ അത്. കാരണം കൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്നാണ് കഴിക്കണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇവിടെ ഞാൻ 2 പ്രാവശ്യം കഴിച്ചപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് കഴിച്ച് തീർത്തത്. എനിക്കിഷ്ടമായില്ല. ഞാൻ അവനോട് തന്നെ കഴിച്ച് തീർത്തോളം പറഞ്ഞതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നാലും ഞങ്ങൾ 2 പേരും കൂടെ കഷ്ടപ്പെട്ട് കഴിച്ച് തീർത്തു. ദെൻ അവിടുത്തെ ആ ഒരു ബിൽ പേയ്മെൻറ്റ് വന്നത് ഇതേപോലെയാണ് കേട്ടോ. ഇത് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ്. മുന്നുള്ളത് ഇങ്ങനെയായിരുന്നില്ല. പണ്ടൊക്കെ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബാക്കി വയ്ക്കും, ആൾ കഴിച്ച് തീർക്കും, അങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ കഴിച്ച് തീർക്കും. ബാക്കി വെക്കണ പരിപാടി ഇല്ല. കാരണം കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടായാലും കഴിക്കും. അങ്ങനെ കച്ചേരി വെള്ളപ്പിന്ന് ഇറങ്ങി. പാസ്ത ശരിയാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് പാസ്ത ഇഷ്ടമല്ല. ഞാൻ മുന്നേ വീട്ടിലേക്ക് എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് പാസ്ത ഇഷ്ടമല്ലാന്ന്. അലങ്കാരിന്ന് ഒരു പാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും കുഴപ്പമില്ലായിരുന്നു, ബട്ടറൊക്കെ ഇട്ടിട്ട്. അയ്യോ, ഈ പാസ്ത എന്നിട്ട് എന്തുണ്ടായെന്നറിയോ, ഞാൻ തിന്ന് എന്റെ വയറ് കാണണ്ട, പൊട്ടാറായി. ഇനി ഷെയ്ക്ക് കുടിക്കാം. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാം, ഷെയ്ക്ക് വാങ്ങി തരാന്നൊക്കെ പറഞ്ഞ് മയക്കി. ഒരു തേങ്ങ വാങ്ങി തന്നില്ല, ഒരു കേക്ക് വാങ്ങി തന്നു. കേക്ക് നല്ലതായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഞങ്ങള് മാഡത്തിനെ വിളിച്ചില്ല, മെസ്സേജ് അയച്ചു. മാഡം റിപ്ലൈ ഇട്ടിട്ടില്ല. അപ്പൊ മാഡത്തിന്റെ വീട്ടിൽ പോവാണ്, ലേ ഡാർലിങ്ങിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഉണ്ടാവാ അറിയില്ല. 2 പിള്ളേരില്ല. ബീബി മോൻ അവിടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. ബിനിഷേട്ടൻ ഉണ്ടാവാ അറിയില്ല. സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. അവിടെ ഒല്ലൂരാ. പിന്നെ അമ്മായി മില്ലി ഇവിടെ. അപ്പൊ ഇവിടെ കൊണ്ടാക്കിയേക്ക, ഒല്ലൂര് കൊണ്ടാക്കിയേക്ക. അവിടെ കിച്ചുണ്ടല്ലോ, കിച്ചുണ്ട് 2 അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും എന്നറിയുന്നുണ്ടെങ്കിലും അറിയായിരിക്കും ലയാനെ പറ്റിയിട്ട്. ലയാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു മാഞ്ഞാങ്കുഴി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ പാരു 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഞാനും 2ാമത്തെ പ്രാവശ്യമാണ് ഇതിനെപ്പറ്റി വിവരിക്കുന്നത്. അപ്പോൾ നമുക്കത് താഴെ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നെടുമ്പള, രാപ്പാൾ, ഇപ്പോൾ ചെറുവാൾ, അങ്ങനെ കുറേ വാളുകളൊക്കെ കഴിഞ്ഞിട്ടാണ് പാഴായി വരുന്നത്. അവിടെയാണ് ലയയുടെ വീട്. സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് പണി പാളിയ കഥയാന്ന് തോന്നുന്നുണ്ട് കാണുന്നത്. എന്നിട്ട് പറയണേ, അതാ അമ്മച്ചനാ മൂപ്പര് വണ്ടി ഉണ്ട് അവിടെ. മേടപ്പോൾ ചിലപ്പോ ഒല്ലൂര് പോയിട്ടുണ്ട്. അപ്പൊ മേഡത്തിന്റെ വീട്ടിലാണ്, ഒല്ലൂരാണ്. വണ്ടി ഇവിടെ ഇല്ല, എനിക്ക് തോന്നി. അപ്പോ വീട്ടിൽ പോവാണോ? എന്നിട്ട് ഒല്ലൂര് പോവാന്ന് വെച്ചതായിരുന്നു. മേഡം അവിടെ ഇല്ല. അപ്പൊ ഒല്ലൂര് പോവാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. ഞായറാഴ്ച അല്ലേ, അവിടെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആകെ സ്റ്റക്കായി. എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് റോട്ടിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇതാക്കി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചിട്ട്. കൊടുങ്ങല്ലൂർ ഭരണി ആവാറായിട്ടുണ്ട്. ഭരണിക്ക് കൊണ്ടുപോകാൻ ചോദിച്ചപ്പോൾ കൊണ്ടുപോവാന്ന് പറഞ്ഞ്
കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോകാന്ന് പറഞ്ഞു, പക്ഷേ ഇല്ല, എന്നെ കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയില്ല. പരിപാടി കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അല്ലെ എല്ലാ കൊല്ലം ഞങ്ങൾ എല്ലായിടയ്ക്കിടയ്ക്ക് കൊടുക്കലൂർ പോവാറുണ്ട് അമ്പലത്തിലേക്ക്. പക്ഷെ ഭരണിയുടെ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല, കണ്ടിട്ടില്ല, ഭരണി കണ്ടിട്ടില്ല. ഇന്ന് ഫുള്ള് എന്താണ്, ഇന്ന് ഫുള്ള് വണ്ടി തന്നെ. പോയ കാര്യങ്ങളൊന്നും നടന്നില്ല. ഇപ്പൊ ഞാൻ കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞതാണ്. അറ്റുനൂറ്റി വണ്ടി ഇപ്പൊ തിരിച്ചു വിടുന്നു. അങ്ങനെ ഫൈനലി കുറേ നാളുകളായിട്ട് വിചാരിക്കുകയാണ് ബ്യൂട്ടി പ്ലാനറ്റിൽ പോകണമെന്ന്. അപ്പോൾ കൊടുങ്ങല്ലൂരുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി വണ്ടി ഇതേ ഇവിടെ സെറ്റാക്കിയിട്ട് ഇതേ കൂടെ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പ്ലാനറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 2 കൊല്ലത്തിന് മുന്നാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ദാ ഇപ്പോഴാണ് പോകുന്നത്. Our hearts beat to the city streets. We began to feel the fire. ഇവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കുഞ്ഞു പിള്ളേർക്കുള്ള ക്ലിപ്പുകളായാലും, കുഞ്ഞു പിള്ളേർ മാത്രമൊന്നുമല്ല, ഇപ്പോൾ വലിയ പിള്ളേരും നല്ല ചങ്കി നല്ല സെറ്റായിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇടല്, അതൊക്കെ ഉണ്ട്. പിന്നെ ഓൺലൈനിൽ കിട്ടുന്ന പ്ലം, ഡാസ്ലർ, ലോറിയാൽ, നൈക്കയുടെ കുറച്ച് ലിപ്സ്റ്റിക്കുകൾ, ഇൻസൈറ്റിൻ്റെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേക്കപ്പ് ബ്രഷസ് ഉണ്ട്, ഹെയർ ബാൻഡ്സ് ഉണ്ട്, എല്ലാത്തിൻ്റെയും വൈഡ് കളക്ഷൻസ് ആണുള്ളത്. പിന്നെ ഇതേപോലത്തെ മാലകളുണ്ട്, പിന്നെ നല്ല ഫാൻസി ആയിട്ട് ഇടുന്ന ബാംഗിൾസ് ഉണ്ട്, പിന്നെ ഇതേപോലത്തെ കുഞ്ഞു ബ്രേസ്ലെറ്റുകൾ, പിന്നെ കയ്യിലിടുന്ന ഒരു സംഭവം, പിന്നെ ചീപ്പുകളുടെ, ക്ലിപ്പുകളുടെ, ബോ, അതിൻ്റെ ഒക്കെ കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ എനിക്കറിയാൻ പാടില്ലാത്ത കുറേ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഇതിനൊക്കെ 10 രൂപയാണ്, 10 രൂപ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ബിന്ദീസ് ഉണ്ട് കുറേ. ഞാൻ കുറച്ചൊക്കെ നോക്കിയായിരുന്നു, ചന്ദ്രക്കലയുള്ളത് നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. കണ്ടോതാ, പല വെറൈറ്റി നല്ല ലുക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ അമ്മമാർക്ക് ഇടാൻ പറ്റുന്നത്, പിന്നെ ടിക് ടാക് സ്ലൈഡ്, കുഞ്ഞു പിള്ളേർക്ക് ഇടാൻ പറ്റുന്നത്, സെറ്റായിട്ട് സിംഗിളായിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു പിള്ളേർക്കുള്ള മറ്റേ ഇതേപോലത്തെ ബാംഗിൾസ്, പിന്നെ കണ്ടോ ബ്രേസ്ലെറ്റ് പോലെ ഇടാൻ പറ്റുന്നത്, ഇതിനൊക്കെ നല്ല വിലക്കുറവ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പിന്നെ ഇതേപോലെ കിലുങ്ങുന്നത്, ഞാൻ ആക്ച്വലി ഇതുപോലത്തെ ഒന്നും അധികം യൂസ് ചെയ്യാറില്ല, അത് കാരണം കൊണ്ടാണ് ഇതൊന്നും മേടിക്കാത്തത്. പക്ഷെ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കണ്ടോ. കുഞ്ഞു പിള്ളേർക്ക് പറ്റിയിട്ടുള്ള കുറേ നല്ല ജോഡീസ് ഉണ്ട്. കുഞ്ഞു പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കുള്ളതുണ്ട്. അപ്പം നമുക്ക് എടുക്കാം. അതായത് ഷോക്കേസ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഈ ഒരു പില്ലറില്ലേ, കമ്മലിൻ്റെ പലതരത്തിലുള്ള പില്ലേഴ്സ് ഒരു 4 എണ്ണം ഉണ്ട് കേട്ടോ. അതിൽ എനിക്കിഷ്ടമായത് ഒരു ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ളതുണ്ട്. അത് അത്യാവശ്യം പ്രൈസാണ്, അത്യാവശ്യം എന്ന് പറയാനൊന്നുമില്ല, 10-200 രൂപയുടെ അടുത്തേക്ക് ഉള്ളൂ. ഇതിൽ നിന്നുള്ളതാണ് ഞാൻ ഒരെണ്ണം വാങ്ങിയത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള, കളറൊന്നും അധികം പോകില്ല എന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ എന്താ പറയുക, ബൺസ്, കുഞ്ഞ് എന്താ പറയുക, കമ്മലുകൾ ഒക്കെ ഉണ്ട്. പിന്നെ സ്ക്രഞ്ചീസ് ഉണ്ട്. എല്ലാത്തിനും പ്രൈസ് ഓൺലൈനിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ കാരണം. പിന്നെ എനിക്ക് എത്താത്ത മുകളിൽ, ഞാനിതാ ലാസ്റ്റാണ് കണ്ടത് ഈ വക ഐറ്റംസ് ഒക്കെ ഏറ്റവും മുകളിലിരിക്കുന്നത്. എൻ്റെ കണ്ണ് അങ്ങോട്ടേക്ക് പോകില്ലല്ലോ. പിന്നെ ഹെയർ ആക്സസറീസ്, ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. കുറേ മുടിക്കുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ സംഭവം. അങ്ങനെ മുടി ഇങ്ങനെ വലിച്ച് മടക്കി നല്ല സെറ്റായിട്ട് ഇരിക്കാനുള്ളതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കധികം മുടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇതിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പിന്നെ ഈ നമ്മൾക്ക് ഓൺലൈനിൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ അവിടെ ഫുൾ MRPയിലാണ് കേട്ടോ. ബ്രഷസ് ഒക്കെ പിന്നെയും കുറച്ച് വിലക്കുറവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ബ്രാൻഡഡ് ഒന്നും അല്ല, അത് കാരണം കൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ ഓൾറെഡി എൻ്റെ ഉണ്ട്, ഞാൻ അത്രയ്ക്കല്ലേ യൂസ് ചെയ്യുള്ളൂ. എന്നാലും ഞാൻ ചുമ്മാ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓൺലൈനിലാവുമ്പോൾ തൊട്ട് പിടിച്ച് വാങ്ങിക്കാൻ പറ്റില്ലോ. അങ്ങനെയുള്ളതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും, നമുക്ക് സെറ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക്, അതുപോലെ തന്നെ നമ്മുടെ നെയിൽ പോളിഷിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ കുറേ എടുത്ത് നോക്കിയായിരുന്നു, ഒരുവിധപ്പെട്ടുള്ളതെല്ലാം ഉണ്ട്. ബ്ലൂ ഹെവൻ ഉണ്ട്, ലാക്മേയുടെ, L18ൻ്റെ,
പ്ലമ്മിന്റെ നൈക്കയുടെ അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാനതിൽ ജോയ്ഫുള്ളും ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ. 2-3 നോക്കിയായിരുന്നു. കോഫി കമന്റ് ഓൾറെഡി ഇതേ എന്റെ കയ്യിലിരിക്കുന്നത് കോഫി കമന്റ് ആണ്. അപ്പൊ അതിന്റെ ടെസ്റ്ററാണ് ആള് എടുത്ത് തന്നത്. അത് ഓൾറെഡി ഞാൻ ഉദ്ദേശിച്ച് ജോയ്ഫുൾ വേണമെന്നായിരുന്നു. അപ്പം ജോയ്ഫുള്ളും ഡസ്കി സ്കിന്ന് നല്ല മാച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ നാളുകളായിട്ട് അത് നോക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. നമുക്ക് ഓഫറിലൊക്കെ ഓൺലൈനിൽ 90-92 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഇവിടെ പക്ഷെ 110 രൂപയാണ്. കാരണം അതിന്റെ MRP അത്രയാണല്ലോ, 110-120 അങ്ങോട്ടാണ്. അപ്പം എനിക്ക് സ്വാച്ച് ചെയ്തപ്പോൾ എനിക്ക് ആ കളർ ഇഷ്ടമായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണം കൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. 2-3 കളറും ഞാൻ ഇതുപോലെ സ്വാച്ച് ചെയ്ത് നോക്കി. സ്കിൻ കെയർ പ്രൊഡക്ട്സും ഉണ്ട്, സൺസ്ക്രീൻസ്, ഷാംപൂസ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുവിധം ഓൺലൈനിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ നമുക്ക് MRPയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതായിരിക്കുന്നു നമ്മുടെ ഹെയർ കളേഴ്സൊക്കെ ഇരിക്കുന്നു. അയ്യോ എനിക്ക് വിഷമാവുന്നു. പിന്നെ പെഡിക്യൂറിനൊക്കെ പറ്റിയിട്ടുള്ള എല്ലാ സെറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചില്ല കാരണം ഒത്തിരി സാധനങ്ങളുണ്ട്. കണ്ടോ, ലിപ്സ്റ്റിക്കുകളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് അവിടെ വേറെ വെച്ചിട്ടുണ്ട്. ഉള്ളിലുള്ളത് ഫ്രഷ് പീസസ് ഉള്ളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊക്കെ എടുത്ത് നോക്കി. നൈക്കയുടെ ചായ് ഷെയ്ഡ് എടുത്ത് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് അത്ര മാച്ചല്ല. മീൻസ് ഡീപ്പ് സ്കിന്നിന് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഡിപ്പെൻസ് ആണ്. എനിക്ക് പ്ലമ്മിൽ പറ്റിയുള്ള കളറുകളാണ് കുറച്ചും കൂടെ ഇഷ്ടമായത്. കുറേ അധികം നേരം തപ്പിത്തെരഞ്ഞ് കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയുള്ളൂ. കമ്മലുകളാണ് കൂടുതലും വാങ്ങിയത്. അങ്ങനെ ബില്ല് ചെയ്ത് നമ്മൾ പുറത്ത് വന്നു. ഇത്രയും ലിപ്സ്റ്റിക്കുകൾ നമ്മൾ സ്വാച്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ മാല വാങ്ങാൻ വേണ്ടി പോയിട്ട് മാല ഒഴികെ ബാക്കി കമ്മലും കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി. പക്ഷെ എന്റെ മനസ്സിൽ മാലയായിരുന്നു വരും. അല്ല മീൻസ് ഇവിടുത്തെ മാല നല്ല മാലയാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടുത്തെ മാല നല്ലതായ കാരണം കൊണ്ട് മാല ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ട്. ഓൺലൈനിൽ ഞാൻ നല്ലത് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യണം, ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ നല്ല സാധനങ്ങൾ കിട്ടുക, നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കമ്മല് ഒരു ഇത്തിരി വില കൂടുതലിന്റെ ഓൺലൈനിൽ അതിൽ വില ഒക്കെ കുറവാണ്. ഇപ്പൊ ക്വാളിറ്റിയുടെ കാര്യം എങ്ങനെയാന്ന് നമുക്ക് ഓർഡർ ചെയ്ത് നോക്കി വരുത്തി കമ്പയർ ചെയ്താലേ അറിയുള്ളൂ. അപ്പൊ ആര് പറയുന്നത് അത് നല്ലതാണ്, നല്ല അടിപൊളി കമ്മലാണ് എന്നാണ് പറയുന്നത്. നല്ല സംഗതി നല്ല തന്നെ. പക്ഷെ ഓൺലൈനിൽ ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ട്, ആമസോണിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വില ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അതും കൂടെ ഒരെണ്ണം വാങ്ങി നോക്കാന്ന് വിചാരിക്കണം. ലിപ്സ്റ്റിക്കുകൾ നമ്മളെപ്പോഴും ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. പിന്നെ ഷെയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി എടുക്കാമെന്നുള്ള വ്യാജന ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയത്. ഇൻസൈറ്റിന്റെ കോഫി കമന്റ് അല്ലല്ല ജോയ്ഫുൾ നോക്കിയായിരുന്നു. പക്ഷെ അതെനിക്ക് മാച്ചല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാനത് വാങ്ങലാന്ന് വിചാരിച്ചു. പിന്നെ പ്ലമ്മിന്റെ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടമായി. അത് പാരുവിന് ഇഷ്ടമായി. പാരു വാങ്ങിക്കോളാനൊക്കെ പറഞ്ഞു. പാരുവിനൊന്നും അറിയില്ലല്ലോ, അത് കാരണം കൊണ്ട് വാങ്ങിക്കോളാൻ പറഞ്ഞു. 1000-600 രൂപയാണ് ആ ലിപ്സ്റ്റിക്കിന് സത്യം. അപ്പൊ നമുക്ക് എന്തായാലും ഓൺലൈനിൽ നല്ല ഓഫറൊക്കെ വരും, അപ്പത്തേനും വാങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാടുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. നമുക്ക് എന്താ പറയാ, വേറെയും കടകളിൽ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പക്ഷെ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഇങ്ങനെ എനിക്ക് ഒരുമാതിരിപ്പെട്ട കടകളൊന്നും എനിക്ക് ഇഷ്ടാവാറില്ല. പക്ഷെ ഈ കട എനിക്ക് ഇഷ്ടമായി. ഇത്ര അകലെയായ കാരണം കൊണ്ടും പിന്നെ ഇവിടേക്ക് അങ്ങനെ എപ്പോഴും പോവാത്ത കാരണം കൊണ്ടുമാണ് ഇത്രയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവാത്തത്. റോഡ് മുഴുക്കനും ബ്ലോക്കാണ്. ആൾക്കാരും വണ്ടികളും ഒക്കെ തടഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നത് ഭരണിക്ക് നമ്മളുടെ വേറെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അവർ വലിയ വണ്ടിയൊക്കെ വിളിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ലോക്കൽ ബസ്സിൽ വരുന്നവരുണ്ടാവും, നമ്മുടെ നാട്ടുകാരുണ്ടാവും. ശരിക്കും ഓരോ തറയ്ക്കും ഓരോ ഓണേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ശരിക്കും വന്ന് കുറേ നാൾ, ഇപ്പോൾ ഒരു 4-5 ദിവസത്തെ പരിപാടി ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ചൊവ്വാഴ്ചയാണ് കാവ് തീണ്ടൽ വരുന്നത്, അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ കോഴിക്കല്ല് മൂടൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഈ വക കാര്യങ്ങളിലൊന്നും അത്രയ്ക്ക് വിജ്ഞാനം പോരാ. പക്ഷെ ഞാൻ എൻ്റെ അച്ഛനൊക്കെ എല്ലാ കൊല്ലവും പോവാറുണ്ട് കേട്ടോ. അച്ഛന് വയ്യാണ്ടായിരിക്കല്ലേ, അല്ലെങ്കിൽ അച്ഛൻ പോയിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് വരാറുണ്ട്. വിളക്കിലെ എണ്ണൊക്കെ അവിടെ വലിയൊരു ദീപസ്തംഭം ഉണ്ട്, അതിൽ ഞാൻ ബസ് കയറ്റി വിടും. അപ്പോൾ ബസ് കയറാനുള്ള പോക്കിലാണ് ഞാനിങ്ങനെ. ഇതൊക്കെ എന്നാ അവസാനിക്കുമോ എന്തോ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയെന്ന് ഞാൻ പറയില്ല, എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സൗണ്ട് കുറവാന്ന് പറഞ്ഞു, ഇന്ന് ഞാൻ പരമാവധി ഓടിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി സൗണ്ട് കുറവില്ലെങ്കിൽ മൈക്ക് ഞാൻ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.